ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീ ചെയിൻ ആണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞു മക്കളുടെ സോക്സ് വെച്ചിട്ട് ഒരു കീ ചെയിൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇത് തുടക്കക്കാർക്കായാൽ പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സോക്സിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കോട്ടൺ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്നത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള സോക്സാണ്. കുഞ്ഞ് മക്കളുടെ, എൻ്റെ മകൻ്റെ കുഞ്ഞ് ഇതിലുള്ള സോക്സാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. സോക്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ഇതുപോലെ ഒരു റെഡ് കളർ സോക്സ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽവശമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ട് വശവും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഞാൻ മേൽവശത്തേക്ക് വേണ്ടുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് തുന്നിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്ന് വെച്ചിട്ട് കെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കെട്ടിയാലും മതി, തുന്നണമുള്ളവർക്ക് തുന്നാം കേട്ടോ. എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കുന്നേ ഉള്ളൂ. നല്ലപോലെ ഒന്നത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ക്യാപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തലയിൽ വെക്കാനുള്ള ഒരു ക്യാപ്പാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത് ത്രെഡാണ് കേട്ടോ, ബ്ലാക്ക് ത്രെഡാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കുറച്ചെണ്ണം ഇതുപോലെ അട്ടിക്ക് വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഹെയർ ഉണ്ടാക്കാനാണ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഹെയറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ത്രെഡ് കിട്ടുന്നതായിരിക്കും. അതിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ത്രെഡ്, സാധാ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായാൽ പോലും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. ഇപ്പം നമുക്ക് ക്രാഫ്റ്റ് ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല. ഇതൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വലിയ ക്രാഫ്റ്റൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ കണ്ണ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നീഡിൽ കുറച്ച് ചെറുതായി പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തുന്നിയെടുക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. വലിയ സൂചി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു കുഴി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്യൂട്ടായിരിക്കും. ഇനി ഇതുപോലെ ഒരു ചെറിയ പോർഷൻ കൂടി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം കാണിച്ചതുപോലെ തന്നെ കുറച്ച് വലിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്നുകൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി വലുത്, ഇതുപോലെ ഉള്ളതിന് 2 എണ്ണം നമുക്ക് ഉണ്ടാക്കണം. അത് ഇത് തന്നെ നല്ല നീറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഹാഫ് പോർഷൻ, റെഡ് സോക്സിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സൈസിൽ ഞാനിപ്പോൾ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലുകൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. ആ ഒരു ബോഡി പാർട്ട്, കാല്, അവയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ തിരിച്ച് നല്ല വശം പുറത്തേക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അതിൽ തുണി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ അത് തുണി വെച്ച് നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പം ഇതിൽ മേടിച്ചതായിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമുള്ളത് എനിക്ക് കാണിക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എൻഡിൽ കൂടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിളുമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് കെട്ടി കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. സ്റ്റിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും എവിടെയും വരുന്നില്ല.
അത് നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സോക്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഗ്ലൂ നല്ല പോലെ ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പം നല്ല പോലെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഹെഡും ബോഡിയും കൂടെ ജോയിൻ ചെയ്യണം കേട്ടോ. ഈ ഗ്ലൂ നല്ല പോലെ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് സമയം ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കിട്ടിയ ഒരു പോർഷൻ ഉണ്ട്. ഈ റൗണ്ട് ഇതിൽ ക്ലോത്ത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പിറകുവശത്തേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മളത് ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ബാലൻസ് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുക ചെയ്യുക. അപ്പോൾ ഇത്രയും കണ്ടില്ലേ, നമ്മളിത് ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, നേരത്തെ ഞാൻ ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു. 2 എണ്ണം ഒരുപോലെ ഉള്ള റൗണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു വശത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഹാൻഡ്സ് ആയിട്ടാണ് നമ്മളത് വെക്കുന്നുണ്ട്. ഹാൻഡാണ് ഡോളിൻ്റെ. പിന്നെ ഇത് മൂക്കിൻ്റെ ആ ഒരു ഇതാണ് ചെറുത് തുന്നിയെടുത്തത്. അത് മൂക്കിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണുകൾ ഒട്ടിച്ചു കൊടുക്കാം. ശരിക്കും ബ്ലാക്ക് കല്ല ഒട്ടിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പം ബ്ലാക്ക് കല്ല എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗോൾഡ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. ലാസ്റ്റ് ഞാനതിന് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഈ കണ്ണുകൾക്കൊന്ന് ബ്ലാക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഐലൈനർ അല്ല കേട്ടോ. ഐലൈനർ അല്ല ഇത് ഞാൻ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഫാബ്രിക് പെയിൻറ്റ്, ഐലൈനർ ഒഴിഞ്ഞപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ആരും ഐലൈനർ ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെറിയൊരു 2 ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഈ നെക്കിൻ്റെ ഈ ഒരു ഇതിൽ അങ്ങ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ നമുക്ക് ചെറിയൊരു കുറച്ച് ലെങ്ത്ത് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ലെങ്ത്ത് കുറച്ച് അവിടെ കെട്ടി അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ്ങിങ്സിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. കണ്ടില്ലേ, ഞാൻ ഇതിലിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തൊരു പഴയ കീ ചെയിനിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ അതിൻ്റെ കവളിൽ 2 വശത്തും ഈ റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ചെറിയൊരു അഭംഗി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ കളർ ചേഞ്ചസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കാണില്ലേ, നമ്മളത് വേറെ വേറെ കളർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇത് ഞാൻ കളർ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.